കഠിനമായ രോഗപീഠകളാൽ അൾത്താരയ്ക്ക് മുന്നിൽ എത്താൻ കഴിയാതെ പോകുന്ന രോഗികൾക്കും ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്കും കനത്ത പ്രത്യാശയും ആത്മീയ കരുത്തും പകരുന്ന ഇറ്റലിയിലെ പ്രശസ്ത മിസ്റ്റിക്കായ ജമ്മ ഗൽഗാനിയുടെ ജീവിതം നമുക്ക് പ്രത്യാശ നൽകുന്ന ഒന്നാണ്. ശാരീരിക തളർച്ചയാൽ ദേവാലയത്തിൽ പോകാൻ കഴിയാതിരുന്ന വിശുദ്ധയ്ക്ക് സ്വന്തം കാവൽമാലാക നേരിട്ട് വിശുദ്ധ കുർബാന എത്തിച്ചു നൽകിയ അപൂർവ സംഭവം വിശ്വാസികളുടെ മനസ്സ് നിറയ്ക്കുന്നതാണ്. 20-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭത്തിൽ ഇറ്റലിയിലെ ചരിത്രപ്രസിദ്ധമായ ലൂക്ക നഗരത്തിലാണ് വിശുദ്ധ ജമ്മ ഗൽഗാനി ജീവിച്ചിരുന്നത്. ചെറുപ്പകാലത്തു തന്നെ ക്ഷയരോഗം ബാധിച്ച ജമ്മയെ പൂർണ്ണമായും തളർത്തിക്കളഞ്ഞു. കഠിനമായ ശാരീരിക വേദനകളാൽ അവൾ പൂർണ്ണമായും കിടപ്പിലായി. ദിവ്യകാരുണ്യനാഥനോട് അടങ്ങാത്ത ഭക്തിയുണ്ടായിരുന്ന ജമ്മയ്ക്ക് രോഗം മൂലം വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ ദേവാലയത്തിൽ പോകാനോ കഴിയാത്ത അവസ്ഥയായിരുന്നു. ഇതവളെ വല്ലാതെ സങ്കടപ്പെടുത്തിയിരുന്നു. ഈശോയോടുള്ള ജമ്മയുടെ ഈ സ്നേഹം ദൈവം കാണാതിരുന്നില്ല. ദൈവം തന്റെ അനന്തമായ കാരുണ്യത്താൽ ജമ്മയ്ക്ക് വലിയൊരു ആശ്വാസം നൽകിയിരുന്നു. സ്വന്തം കാവൽമാലാകയുമായി അസാധാരണമായ വിധം അടുത്ത ബന്ധം പുലർത്താൻ അവൾക്ക് സാധിച്ചു. ജമ്മയ്ക്ക് തന്റെ മാലാകയെ നേരിട്ട് കാണുവാനും ഒരു ഉറ്റ സുഹൃത്തിനോടെന്ന പോലെ സംസാരിക്കുവാനും സാധിച്ചിരുന്നു. കഠിനമായ വേദനകളുടെയും അന്ധകാരത്തിന്റെയും നിമിഷങ്ങളിൽ ആ സ്വർഗീയ ദൂതൻ അവളെ നയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. ദേവാലയത്തിൽ പോകാൻ കഴിയാത്ത ജമ്മയ്ക്ക് ഈ മാലാകയായിരുന്നു ഈശോയിലേക്കുള്ള പാലമായി മാറിയത്. ജമ്മയ്ക്ക് പള്ളിയിൽ പോകാൻ കഴിയാത്ത ദിവസങ്ങളിൽ അവളുടെ കാവൽ മാലാക അടുത്തുള്ള ഇടവക ദേവാലയത്തിൽ പോയി അവൾക്ക് വേണ്ടി വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുമായിരുന്നു. ജമ്മയുടെ പ്രാർത്ഥനകളും ആത്മീയ കാഴ്ചകളും മാലാക അൾത്താരയിൽ സമർപ്പിച്ചിരുന്നു. പള്ളിയിൽ പോവുക മാത്രമല്ല, തിരികെ ജമ്മയുടെ ചെറിയ മുറിയിലെത്തുമ്പോൾ മാലാക ഒരു അത്ഭുതം പ്രവർത്തിക്കുമായിരുന്നു. ദേവാലയത്തിൽ നിന്നും ആശീർവദിച്ച തിരുവോസ്തി മാലാക തന്റെ കൈകളിൽ വഹിച്ചുകൊണ്ട് ജമ്മയുടെ അടുത്തെത്തുമായിരുന്നു. ഇത് കേവലം ആത്മീയമായ ഒരു ദർശനമോ സ്വപ്നമോ ആയിരുന്നില്ല. ജമ്മയുടെ സ്വന്തം ഡയറി കുറിപ്പുകളിലും അക്കാലത്തെ സാക്ഷികളും സാക്ഷ്യപ്പെടുത്തുന്നതനുസരിച്ച് മാലാക കൈകളിൽ യഥാർത്ഥ തിരുവോസ്തിയുമായി പ്രത്യക്ഷപ്പെടുകയും ജമ്മ അത് അതീവ ഭക്തിയോടെ യഥാർത്ഥ കുർബാന സ്വീകരണമായി നാവിൽ സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു. ഈ അത്ഭുതം പലതവണ ആവർത്തിച്ചു. തന്റെ 25-ാം വയസ്സിൽ മരണത്തിന് കീഴടങ്ങുന്നതുവരെ ലോകത്തിൽ നിന്നും ഒറ്റപ്പെട്ട് കിടന്നിട്ടും ക്രിസ്തുവുമായി സദാ ഒന്നായിരിക്കാൻ ജമ്മയായി സഹായിച്ചത് ഈ അത്ഭുത കുർബാന സ്വീകരണമായിരുന്നു. ഈശോയുടെ പഞ്ചക്ഷതങ്ങളും ജമ്മയ്ക്ക് ഉണ്ടായിരുന്നു. രോഗികളായവർക്കും സഭയുടെ കൂദാശകൾ കൃത്യമായി സ്വീകരിക്കാൻ കഴിയാത്ത വിധം ഒറ്റപ്പെട്ടു പോയവർക്കും വിശുദ്ധ ജമ്മയുടെ ജീവിതം ഇന്നും വലിയ ആത്മീയ പ്രചോദനമാണ്.